അവിടെ ഫേമസ് ആണ് ബ്രാസ് ഐറ്റംസ്, ഏറ്റവും നല്ല ബ്രാസ് ഐറ്റംസ് മാനാറില്ല വിത്ത് റീസണബിൾ പ്രൈസ്. അതെയോ? അപ്പൊ നേരത്തെ കണ്ടിട്ട് പിന്നെ ഓർഡർ ചെയ്തു. ആക്ച്വലി 4 കടയിൽ പോയി, 5 കടയിൽ പോയപ്പോൾ റീസണബിൾ ആയിട്ട് തോന്നിയ കടയിൽ പോയിട്ട് ഓർഡർ ചെയ്തു. അപ്പൊ അവര് കൊറിയർ ചെയ്തു എല്ലാം. ഗായ്സ്, അപ്പോ ഇന്ന് സൺഡേ ആണ്. ഞാൻ വലിയ പരിപാടീസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാന്ന്. അവനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, കുറേ ആയി എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നൊരു സർപ്രൈസ് കൊടുക്കാം അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട്. അപ്പം ഞാൻ ശരിക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായിട്ടുള്ളത് ഡാൻസ് ട്രൂ ആണ്. അത് കൂടാതെ അവനെൻ്റെ ഞങ്ങൾ സെയിം ഓഫീസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ബി ബിൽഡിംഗ് ആണ് അവൻ്റെത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. എനിക്ക് തോന്നുന്നു പണിയൊക്കെ പൂർത്തിയായിട്ടില്ല. ഇത് പുതിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പണിയൊന്നും കൺസ്ട്രക്ഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ആ കാണുന്നതാണെന്ന് തോന്നുന്നു ബി ബിൽഡിങ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് ഇത്. ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് ബെല്ലടിച്ചാലോ? നമ്മുടെ ബെല്ല് ഇവിടെ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ബെല്ല് തന്നെയാണെന്ന് തോന്നുന്നു. ബെല്ല് ഹലോ ഹലോ, ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഇവിടെ കോളിംഗ് ബെല്ലിന് പകരം ഇങ്ങനത്തെ ബെല്ലാണ്. ഇത് വീട് ഫുൾ ഒരു ട്രഡീഷണൽ ടൈപ്പാണ്. അന്നേരം മണി അടിച്ചിട്ടാണ് ഗസ്റ്റ് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും ഉള്ളി വരെ കേൾക്കും. സാധാരണ ആക്ച്വലി ഇവിടെ മറ്റേ ഡോറായിരുന്നു, സ്മാർട്ട് ഡോർ ആയിരുന്നു. സ്മാർട്ട് ഡോർ അവിടെ, അതാണ് സ്മാർട്ട് ഡോർ. ആ സ്മാർട്ട് ഡോർ മാറ്റിയിട്ട് നമ്മുടെ നാട്ടിലത്തെ ടച്ചില് മണിച്ചിത്രക്കാരുണ്ടായി അതാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പണിയിപ്പിച്ചു. ഈ സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് മാണാർ ക്രാഫ്റ്റിൽ നിന്ന് വാങ്ങിയത്. ഇതൊക്കെ മാണാർ ക്രാഫ്റ്റാ? ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ല. അപ്പൊ അത് എന്താ പറയാ, ഈ സാധനം മാത്രം വരുത്തിച്ചിട്ട് ഡോറ് മാത്രം ഇവിടെ ഉണ്ടാക്കി, ഡിസൈന് മാത്രം കാണിച്ചു കൊടുത്തു എങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു. മൈറ്റീരിയൽ അതെല്ലാം വെച്ചിട്ട്. പിന്നെ ഇത് ശിവന്റെ വേണമായിരുന്നു, ശിവലിംഗം. അപ്പൊ ഇത് നല്ല ഉറപ്പുണ്ട്. ഇതിന് ഉറപ്പില്ല, ഇതിനാണ് ഉറപ്പ്. ഇത് ഗോദ്രേജ് ലോക്കാം. ഇത് ജസ്റ്റ് നമ്മുടെ ഫാൻസിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കണം. പക്ഷെ ശരിക്കും പൂനെയിലൊക്കെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 2 സൈഡ് ഓപ്പണിംഗ് ഉള്ള ഡോർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ വീട് പണി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവും ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പൊ ഇത് അർപ്പിതം എന്താണ്? അർപ്പിതം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗിവൻ ടു ഗോഡ്. നമ്മൾ ആക്ച്വലി 4-5 പേര് നോക്കി വെച്ചു. അന്നേരം അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയ പേരാണ് അർപ്പിതം. ഇത് ഗിവൻ ടു ഗോഡ്. ഇത് രണ്ടെണ്ണം ഫ്രോം മണ്ണാർ. വെള്ളത്തിലിട്ടാല് വെള്ളത്തിലിട്ടാൽ മാത്രമാണോ? ഇത് ഫ്ലോട്ടിംഗ് ആണ് തോന്നുന്നല്ലോ. ഇത് ഫ്ലോട്ടിംഗ് ദിയാണോ? റിഫ്ലക്ഷൻ. ഇതാണോ ഫ്ലോട്ടിംഗ് ദിയാസ്? ഇത് വെള്ളത്തിലിട്ടിട്ട് ലൈറ്റ് വെക്കുന്ന. അടിപൊളി.
ഇങ്ങനെയാണ് ഇവന്റെ എൻട്രൻസ്. ഓക്കെ, ഡോർ ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ട്. ശരിക്കും നാട്ടിലൊരു ട്രഡീഷണൽ ടച്ച് ഉണ്ട് ഇവന്റെ വീട് കാണുമ്പോൾ. ഇത് നാട്ടിൽ നിന്ന് വരുത്തിച്ചാണോ? മാനാർ. എല്ലാം ബ്രാസ് ഐറ്റംസും മാനാറിന് വാങ്ങിയത്. അവിടെ ഫേമസ് ആണ് എല്ലാം ബ്രാസ് ഐറ്റംസ്. ഏറ്റവും നല്ല ബ്രാസ് ഐറ്റംസ് മാനാറിലാണ് വിത്ത് റീസണബിൾ പ്രൈസ്. അതെയോ? അപ്പോ നേരത്തെ കണ്ടിട്ട് പിന്നെ ഓർഡർ ചെയ്തു. ആക്ച്വലി 4 കടയിൽ പോയി. 5 കടയിൽ പോയപ്പോൾ റീസണബിൾ ആയിട്ട് തോന്നിയ കടയിൽ പോയിട്ട് ഓർഡർ ചെയ്തു. അപ്പൊ അവര് കൊറിയർ ചെയ്തു എല്ലാം. ഇതാ നമ്മള് പുറത്ത് കണ്ടതല്ലേ, ഫ്ലോട്ടിംഗ് ദിയാസ് അല്ലേ ഇത്. അപ്പൊ ഇത് ശരിക്കും വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് തരുന്നല്ലേ. അടിപൊളി. ഇതോ? ഇത് മറ്റേ പൂക്കോലല്ലേ, മൂന്നാറിന് വാങ്ങിച്ച്. ഈ പെയിന്റിംഗ് ഞങ്ങളുടെ വെഡിങ്ങിന്റെ സമയത്ത് മമ്മിന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. അവര് വരച്ചതാണ്. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കൊരു നല്ലൊരു ടച്ച്. അപ്പൊ അവരൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും. നന്നായിട്ടുണ്ട്. ശരിക്കൊരു നല്ലൊരു ടച്ച് വരുന്ന ഈ ഒരു ഫ്രെയിമിന് ഇതൊരു നല്ല ഭംഗിയായിട്ടുണ്ട്. തൃശ്ശൂരിന് വാങ്ങിയതാ. തൃശ്ശൂരില് ആനയുടെ ഒരു സെപ്പറേറ്റ് കടയുണ്ട്. അതെയോ? ഒരു സൈസിന്റെ ആനയുണ്ട്, അവിടെ നിന്ന് വാങ്ങിയത്. മിക്ക സാധനങ്ങളാണ്. അപ്പൊ ഈ ഫുള്ള് നിങ്ങള് ഫുൾ പണിയിപ്പിച്ചു തന്നെയാ? പണിയിപ്പിച്ചു. ഇവിടുന്ന് പണിയിപ്പിച്ചു. നമ്മള് പ്ലാൻ ചെയ്തു എവിടെ ഏതൊക്കെ സാധനങ്ങൾ വെക്കേണ്ടത്, അതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങി. ഓ, ഇതൊക്കെ ഒരു ട്രഡീഷണൽ ടച്ച്. ഇവിടെ നോക്കിയാല് നമ്മുടെ ഓർണമെന്റ് ബോക്സ് ഡിഫറെന്റ് സൈസസ് ഉണ്ട്. അപ്പം ഇതൊരു സ്മോൾ സൈസാണ്, എന്റെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാ. ഇതെല്ലാം ബ്രാസ് ഐറ്റംസ് എല്ലാം മാനാറിന് വാങ്ങിയത്. പിന്നെ ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതെനിക്ക് നമ്മളുടെ ഡാൻസിന്റെ സമയത്ത് എന്റെ വീട്ടില് മയിൽപീലി ഉണ്ടായിരുന്നു. ഇത് എന്റെ വീട്ടിലുണ്ട് ഈ സാധനം. ആകെ കൂടി ഇല്ല സാധനം. പിന്നെ എന്റെ ബ്രദർ തായ്ലൻഡിൽ പോയപ്പോ അവിടെ ഈ ബുദ്ധ അല്ലേ. ഇവിടെ നട്ടരാജ് ഉണ്ട്. അപ്പൊ അഖിലിനെ മേടിച്ചതാ, എനിക്ക് ഡാൻസ് കിട്ടിയതാ. കഥകളി അടിപൊളി. മൂന്നാറിന് വാങ്ങിച്ചതാ. നല്ല എല്ലാം ഉണ്ട്. ഒരു സാധനം വിട്ടുപോയി. ഈ ഒരു ഹൗസ് ബോട്ട് എടുക്കാൻ പറ്റില്ല. വെള്ളം. ഇത് മനാലാ? ഇത് മൂന്നാർ. ഓക്കെ, നല്ലുണ്ട്. ഇത് ശരിക്കും ഷോ പീസ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ ഇതൊക്കെ മേടിച്ചത്? ഇങ്ങനെ വേണം എന്നുള്ള ഒരു ഐഡിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഒരു സാധനങ്ങൾ വാങ്ങി. എന്താ ഗ്രാമഫോണൊക്കെ പഴയതാണോ അല്ല പുതിയത് വരുത്തിച്ചാണോ? ഇത് ഒറിജിനലാ? ശരിക്കും പാടും ആണോ? ഓ, പക്ഷെ ഇത് പണ്ടൊക്കെ എല്ലാരും പപ്പയ്ക്ക് ആക്ച്വലി ഗ്രാമഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഷോപ്പിൽ പോയ സമയത്ത് കുറെ ട്രഡീഷണൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന്. അപ്പൊ ഇത് ഇങ്ങനെ എങ്ങനെയായത്? ഇവിടെയാണ് ഇതിന്റെ ഫങ്ഷനാലിറ്റി. ഇത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇതുവരെ ഗ്രാമഫോൺ ശരിക്കും കണ്ടിട്ട് അങ്ങനെയല്ല, ഒരു മ്യൂസിയംസിൽ കണ്ടതല്ലാതെ. അപ്പൊ ശരിക്കും നടക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. ഇതിനൊന്നും വേണ്ട, ലൈറ്റും ഇതൊന്നും വേണ്ട. അപ്പൊ ഇതില് പാട്ട് പാടുന്ന ഈ സംഭവം ഇതില് നമ്മൾ മേടിച്ചു. കൊറേ 2 CD നമ്മൾ വാങ്ങിയായിരുന്നു. ഒരു സിഡിയും കൂടി ഉണ്ട്. 2 CD ഉണ്ട്. പഴയ ഹിന്ദി പാട്ടുകളാണ്, നമ്മൾ പോലും കേൾക്കാത്ത പാട്ടുകളാണ്. ഓ, അത് അവര് നമുക്ക് തന്നതാ. ഇത് പാടും. ഓ, ശരിക്കും ഒരു പഴയ ഒരു ടച്ച് വരുത്താൻ വേണ്ടിട്ട് ഗ്രാമഫോൺ മേടിച്ചതാ. ഈ സോഫ ഞങ്ങള് തൃശ്ശൂരിന് വാങ്ങിയതാ. തൃശ്ശൂര് ഇങ്ങനത്തെ ഒരു സോഫ വേണമായിരുന്നു. നാട്ടിൽ നിന്ന് എത്തിച്ചതാ. സോഫയും
സെൻറ്റർ ടേപ്പും. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടെ കിട്ടിയാലും ചാർജ് കൂടുതലാണ്. 60 അല്ലെങ്കിൽ 1 lakh വരെ എത്തും. ഇത് ഒറിജിനൽ മരം തന്നെയാണ്. ഇത് ഒറിജിനൽ മരം. ഓ, പറഞ്ഞ ഡിസൈൻ ജീവിച്ചു, ഫാബ്രിക് മാത്രം മാറ്റി. ഓക്കേ, ഇവിടെ വന്നിട്ട് അപ്പൊ ഈ ഫാബ്രിക് മാറ്റി? അല്ലല്ല, അവിടെ തന്നെ ഫാബ്രിക് എല്ലാം സെറ്റ് ചെയ്തവരായിരിക്കും. നമ്മൾ എക്സ്ട്രാ ട്രാവൽ ചാർജസ് മാത്രം കൊടുത്താൽ അതിന് ജസ്റ്റ് ഇങ്ങനെ പില്ലോസ് വെച്ച് വെച്ചു. അപ്പൊ ഈ സാധനം ഇതും അവിടെ നിന്ന് വാങ്ങിയത്. ഇതിന്റെ എനിക്ക് ആക്ച്വലി ബോട്ടായിരുന്നു വേണ്ട. ബോട്ട് ഡിസൈൻ കിട്ടി. ഇത് അതുകൊണ്ട് കാളവണ്ടി ഉണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഷോപ്പ് നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? നേരത്തെ വിസിറ്റ് ചെയ്തിട്ട് എന്റെ വലിയ നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പോയപ്പോ വിസിറ്റ് ചെയ്തു, എല്ലാം നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട്. ഇതെന്താ? ഇതും ടെറാക്കോട്ട ആയിട്ടാണോ? ടെറാക്കോട്ടയാണോ? ഇത് കുറുകി പോയില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറുകിന്ന് വാങ്ങിയതോ. ഇത് സ്മെല് ചെയ്ത ഇതെന്താണ്? എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അങ്ങനെ. ഓ, ഇതൊക്കെ ഇതിന്റേതായ ഓരോന്നിനും അതിന്റേതായ ഒരു സ്മെല്ലുണ്ട് അല്ലേ? പിന്നെ നമുക്കൊരു സ്പ്രേ കിട്ടും. അപ്പൊ അപ്പൊ അതിലിങ്ങനെ അതിൻ്റെതായ ഒരു ഫ്രേഗ്രൻസ് സ്പ്രേ ഇട്ടിട്ട് അത് ഇങ്ങനെ വയ്ക്കുന്നല്ലേ? നല്ല കൺസെപ്റ്റ്. ഈ വാൾ സ്റ്റിക്കർ അത് വാൾ പേപ്പറാണ്. അത് മാത്രം വൺ സൈഡ് മാത്രം വാൾ പേപ്പർ ആക്കി. ഇത് രണ്ടൊരു സിമിലർ കളർ വരാൻ വേണ്ടി മാത്രമാണ് ലൈൻസ് ഇട്ടത്. എല്ലാം വിചാരിച്ച പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലായി. അഖില് നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രഡീഷണൽ ടൈപ്പ് വീട് വേണമായിരുന്നു. നാട്ടിലെ ടച്ച്, നാട്ടിലെ എനിവേസ് വീടാണ്. കുറെ ഇങ്ങനെ സ്വപ്നം കണ്ട ഒരു ടച്ച് വന്നിരുന്നു. ഇപ്പോഴത്തെ ട്രഡീഷണൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മേളിലും റൂഫ് മാറ്റിയത്. നിങ്ങള് അപ്പൊ ഇതല്ലായിരുന്നു? ഇതല്ലായിരുന്നു, നമ്മൾ നോർമൽ വൈറ്റ് കളർ റൂഫ് ഇത് നമ്മൾ മാറ്റിയിട്ട് ഇത് ഉണ്ടാക്കി വുഡ് കളറിൽ കൊടുത്തിട്ട്. അപ്പൊ ഈ ഇത് നിങ്ങള് വേറെ തന്നെ ആ ഒരു ടച്ച് സിമിലർ ആയിട്ട് നന്നായിട്ടുണ്ട്. അപ്പം സ്നേഹകുട്ടി പറയും, എങ്ങനെയുണ്ട് ഗാർഡൻ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്താ ഇഷ്ടമായ? എനിക്ക് എല്ലാം ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഈ കൺസെപ്റ്റ് എവിടുന്നാ വന്നത്? കൺസെപ്റ്റ് ആക്ച്വലി മറ്റേ പഴയ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികൾ ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വേറെ ഓരോരോ നഴ്സറി, ഇപ്പോൾ ഇവിടെ അടുത്ത് കുറേ നഴ്സറീസ് ഉണ്ട്. ഓരോ നഴ്സറി പോയപ്പം ചിലതെല്ലാം അട്രാക്റ്റീവായിട്ട് തോന്നി, അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ബേസിക്കലി ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് വേണമായിരുന്നു. ഇത് ലോൺ ഗ്രാസ് ആണ്. അപ്പം പൂനെയിലും ബാക്കി മിക്ക വീട്ടിലും ഇത് ലോങ് ഗ്രാസ് കാണാറുണ്ട്. അപ്പം നമ്മളിത് കുറച്ച് ഗ്രീനറി എഫക്ട്സ് എല്ലാം കാണും. മറ്റേ നമ്മളൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒറിജിനൽ എഫക്ട് വരില്ല. അപ്പം അത് കുറച്ചും കൂടുതൽ എല്ലാ ഈ ഒരു സെക്ഷനിൽ ഫുൾ ഇത് വെച്ചിട്ടുണ്ടല്ലേ? അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഓരോ സെക്ഷനിലും ഈ ലോൺ ഗ്രാസ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. ചെടിയൊക്കെ കുറച്ച് വാടാൻ തുടങ്ങിയല്ലേ? ഇതെന്താ? ഇത് എവിടുന്ന് വാങ്ങിച്ചേ? അത് ടെറാക്കോട്ടയാണ്. നമ്മൾ കുറുകിപ്പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പം കണ്ടപ്പം നല്ല വ്യത്യാസമായിട്ട് തോന്നി. അപ്പം അതും കുറുകിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ഒരു നെസ്റ്റ് ഉണ്ട്. നെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താ? നെസ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് എത്തുന്നു. ഓ, ശരിക്കില്ലേ? അല്ലല്ല, ശരിക്കും എടുക്കാല്ലേ? രണ്ട് പക്ഷി മുട്ട എല്ലാം ഉണ്ടല്ലേ? അയ്യാ, എന്തൊരു ഭംഗിയാ. ഇത് എവിടുന്ന് വാങ്ങിച്ച? ഇത് ആമസോൺ വഴിയാ വാങ്ങിയ. ഇതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തോ വേണമെന്ന് വിചാരിച്ച് ഞാൻ കുറെ തപ്പിയിരുന്നു. ഹൗസ് വാമിന്റെ തലേ ദിവസം ആമസോൺ വഴി കിട്ടി.
ഇതും അവിടെ നിന്ന് വാങ്ങിയ കുടുങ്ങിന്ന് വാങ്ങിയത്, ഇതും അതും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഇത് ഹാൻഡ് മെയ്ഡാണ്, നമ്മുടെ ലാമ്പ്. അപ്പൊ അതിന് അതും കുടുങ്ങിന്ന് light വാങ്ങി. ഇട്ടിട്ട് ഇത് ചെയ്താൽ മതി. പിന്നെ പപ്പയ്ക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പപ്പ ഇതിപ്പം 2 ദിവസം മുന്നേ പപ്പ പോയിട്ട് വാങ്ങിയതാ, ഇതും. ഇതെന്താ? ഇതെന്തിന്റെ ചീരയാണോ? ഇത് പറയാം. ഇത് ആക്ച്വലി ബേസിക്കലി എന്താ, നമ്മളുടെ വീട് പൂജയുടെ തലേദിവസം എനിക്ക് ഇത് വേണമായിരുന്നു, ആമ്പല് വേണമായിരുന്നു. അപ്പൊ ആമ്പല് ഇവിടുത്തെ അടുത്തുള്ള നഴ്സറി പോയപ്പം പോട്ടും വാങ്ങി ആമ്പലും വാങ്ങി. 5-6 ആമ്പലെല്ലാം വന്നു. അവസാനം അത് പോയി. അപ്പൊ ആമ്പല് പിടിച്ചിട്ടുണ്ടായിരുന്നു, 4-5 ഉണ്ടായിരുന്നു, നല്ലതായിട്ട് വന്നു. പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ പോയപ്പം വീണ്ടും കൊണ്ടുവന്നു. അത് പക്ഷെ പിടിച്ചില്ല, അറിയില്ല എന്താ പിടിക്കാത്ത, മണ്ണാണോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നറിയില്ല. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് പപ്പ ഇപ്പം ചീര. അപ്പൊ ശരിക്കും ചീര തന്നെയല്ലേ? ഞാൻ ചീര വരാൻ പോവാ. ഓ, ഞാൻ വിചാരിച്ചു ഇത് എവിടെയെല്ലോ കണ്ടുപോലെ. അപ്പൊ ഇത് ചീര തന്നെയല്ലേ? ചീര വിത്തല്ലേ? ഇതെന്താ സംഭവം? അതെന്തായിരിക്കും ഒന്ന് പറഞ്ഞു. ഈ റൗണ്ട് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇത് ബട്ടർഫ്ലൈ മോഡൽ ഉണ്ട്, പക്ഷെ ഇത് ലൈറ്റ് എത്തുവോ? ലൈറ്റ് കത്തും, ലൈറ്റ് ഇപ്പം കത്തും. ബട്ട് സ്റ്റിൽ ഇത് സോളാർ റിലേറ്റഡ് ആണ്. ഇവിടെ സോളാറുടെ ഇത് വരുന്നത്. അന്നേരം ഇത് രാത്രി മാത്രമേ കത്തത്തുള്ളൂ. അപ്പം അടുത്തുള്ള ബിൽഡിംഗിൽ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ആ ഫ്രണ്ടാണ് ഇത് ഗിഫ്റ്റ് ചെയ്തത്. ഇങ്ങനത്തെ 3 വെറൈറ്റീസ് ഉണ്ട്. രാത്രി കാണുന്നപ്പോ രാത്രി ഫുൾ ലൈറ്റ്സ്. ദീപാവലിയൊക്കെയാണ് ഈ ലൈറ്റ്സ് എല്ലാം ഇട്ടു. അല്ലാത്ത സമയം ഇത് മാത്രം രാത്രി പപ്പ ഇത് ഓൺ ചെയ്ത് വെക്കും. പിന്നെ മഴയൊന്നും ഇല്ലെങ്കിൽ ഇത് ഫുൾ ഡേ ചാർജ് ആവും. അപ്പൊ നമ്മള് അത് ബാറ്ററിയാ. പിന്നെ സിംബയോസിസ് കോളേജ് ഉണ്ട്, എന്റെ ഫ്രണ്ട് അവിടെ പഠിക്കണ. പിന്നെ അടുത്തടുത്ത് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലത്തെ ഒരു ലുക്കും ടച്ചും ഒക്കെ. അതെ, ഇത്ര വലിയൊരു സാധാരണ ഇത്ര അങ്ങനല്ല. ഫ്ലാറ്റിലൊക്കെ ഞാൻ ഇത്ര വലിയൊരു ആനപ്പഴം ആക്ച്വൽ സൈസ് ആണിത്. ഞാൻ ചെറിയ സൈസാണ് മതി ഓർഡർ ചെയ്തപ്പോ നമുക്ക് അറിയാൻ മനസ്സിലാവില്ലല്ലോ ചെറുതാണോ വലുതാണോ. പിന്നെ ഞാൻ അങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചൊരു വലിയ സൈസ് വേണം. ഇത് 7.5 ഇഞ്ചസ്. ശരിക്കും ആനയുടെ പറയണം. അപ്പൊ ഈ വിളക്ക് ഇത് തൂക്കുവിളക്കല്ലേ? അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാണായിരുന്നു. പിന്നെ ഇതൊക്കെ പണിയിച്ചതാണോ? അല്ല, ഇത് പണിയിപ്പിച്ചതല്ല, ഇതും തൃശ്ശൂരിന് കൊണ്ടുവന്നു. റെഡിമെയ്ഡ് ഇത് നാട്ടിലത്തെ ഒരു ടച്ചില് ഇത് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇവിടെ ഇല്ല. ഈ കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ സിമ്പിൾ ഡിസൈനാണ്. അപ്പം അവിടെ പോയി തൃശ്ശൂരിൽ പോയപ്പം എനിക്ക് കുറച്ചുണ്ടായിരുന്നു, ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഫോൺ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? പഴയ മോഡൽ ഫോണല്ലേ? പിന്നല്ലാതെ ഇവര് ശരിക്കും ഓടുന്ന ഫോണാണ്, പക്ഷെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ശരിക്കും കേൾക്കും. ഇത് പണ്ടത്തെ ഒരു ഫോണില്ലേ, നമ്മുടെ ഫുള്ള് റൗണ്ട് ചെയ്യണം, ആ ഫോണാണ്. അപ്പൊ ഇത് കണക്ട് ചെയ്താൽ ശരിക്കും ഇത് കണക്ട് ചെയ്ത വർക്കാണ്. ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. സംസാരിച്ചു, കോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റും നമ്മുടെ നമ്പറിലൊക്കെ. അടിപൊളി. അപ്പൊ ഇത് എന്താ പറയാ, എന്തിലോട്ടാ കണക്ട് ചെയ്യുന്നത്? നമ്മള് നോർമൽ നമ്മളെ പണ്ടത്തെ BSNL ഫോൺസ് ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എയർടെലിന്റെ ബ്രോഡ്ബാൻഡ് ഉണ്ട്, അന്നേരം അതിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ കണക്ട് ചെയ്യണം. അപ്പൊ ഇത് എവിടുന്ന് വാങ്ങിച്ചു? നാട്ടിൽ ഇത് വാങ്ങിയത്. ഓ, അപ്പൊ എന്താ പറയാ, ഗ്രാമഫോൺ വാങ്ങിച്ച സെയിം പ്ലേസ് ആണ്. എന്താ അവിടെയൊക്കെ ഈ പറഞ്ഞ ഇങ്ങനെ പഴയ അമേരിക്കയുടെ ജസ്റ്റ് അടുത്തുള്ള ഭാഗം മണ്ണാറ്. അവിടെയാണ് മോസ്റ്റ്ലി ബ്രാസ് ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. ആന്റിയുടെ ഏരിയ അല്ലേ? മോംസ് കിച്ചൺ, ദ ടേസ്റ്റ് ഓഫ് മദേഴ്സ് ലവ്. ഓൺലൈൻ ഓർഡർ ചെയ്താണ്. ഇതൊക്കെ നല്ല ഫുള്ള് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇത് ലേസി സൂസൻ എന്ന് പറയും. മസാലയൊക്കെ വയ്ക്കുന്നത് ഇങ്ങനെ റോൾ എടുക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും. അതിൽ നിന്ന് എടുക്കാം നമുക്ക്. ജസ്റ്റ് ഇങ്ങനെ എടുക്കാം അല്ലേ? റിവോൾവിംഗ് സ്റ്റാൻഡാണ്. ഇതെന്താ ചായ? ഇത് നല്ല ഒരു രാജസ്ഥാനി ടച്ചാണ്. അത് ഓൺലൈൻ വാങ്ങിയതാണ്, രാജസ്ഥാനി. ഇങ്ങനെ നമ്മുടെ രാജസ്ഥാനിന്റെ ആ ഒരു ടച്ച് വരും. ഇത് ഇതല്ലേ നമ്മുടെ കോപ്പർ അല്ലേ? രാജസ്ഥാൻ ഓൺലൈൻ വാങ്ങിയതാണല്ല.
നല്ല ഒരു ഡിസൈൻ, നല്ലൊരു ഭംഗിയുണ്ട് ഇതൊക്കെ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാ ഇത്. ഗ്ലാസിന്റെ സെറ്റും അതിന്റെ കൂടെ തന്നെയുള്ള. ഒഴിക്കട്ടെ ആന്റി? എടുത്തോളൂ. ഇതിങ്ങനെ ഉന്തുവണ്ടി പോലത്തെ വീലുണ്ട് അതിന്. അപ്പൊ ഈ ഗ്ലാസ് ഉപയോഗിക്കാം. ആഹാ, അടിപൊളിയല്ലോ. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഫുള്ള് നിങ്ങൾ പണിയിച്ചു തന്നെ? പിന്നെ ആന്റി പറ, ആന്റിക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? എത്ര മാസമായി ഇവിടെ വന്നിട്ട്? 4 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 4 മാസം? ഓക്കെ ഓക്കെ. പൂജ കഴിഞ്ഞ് 4 മാസമായി അല്ലേ? ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? ഇത് പപ്പയുടെ മമ്മിയുടെ ബെഡ്റൂം. ഇത് പപ്പയുടെ മമ്മിയുടെ ബെഡ്റൂം. ഓക്കെ. എന്നെ കാണുന്നുണ്ട്. ഇതൊക്കെ ഹോട്ടൽ സ്റ്റൈലായുള്ള വാഷ് ബേസിന്റെ കുറച്ച് ഡിഫറെന്റ് സ്റ്റൈൽ വേണമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ്. ഇത് എന്താ പറയാ, നല്ല മിറർ, ലൈറ്റ്. ഇത് ഇതാ സെൻസറാ? സെൻസറാ. കുറച്ച് മുന്നേ പോയ ഈ ലൈറ്റ് ഇടണ്ടേ? എന്റെ കണ്ണിന്റെ ഉള്ളിൽ ലൈറ്റ് കാണുന്നുണ്ട്. ലെൻസ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ ശരിക്കും ഇതിന്റെ റിഫ്ലക്ഷൻ അല്ലേ ഇത്? കണക്റ്റഡ് ആണ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു പെയിന്റ് ചെയ്തതായിരിക്കും അല്ലേ? ഒരു തോട്ട്സ് ഉണ്ട് അതിൽ. ഗുഡ് വൈബ്സ്. മീ ആൻഡ് യു ഫോറെവർ. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം അല്ലേ? അപ്പൊ ഞാൻ കേറട്ടെ? ഇതാണ് ഫസ്റ്റ്. ഇതാണ് ബെഡ്റൂം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആയത് ഒരു ഞങ്ങൾ ഡാൻസ് ത്രൂ ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ അഖില് കുച്ചിപ്പുടി ഡാൻസ് കളിക്കും, ഭരതനാട്യം, അവന് എല്ലാ ഡാൻസ് ഫോംസും അറിയാം. അപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ഈ ഒരു ഫോട്ടോ ശരിക്കും അവൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എത്ര ഇയേഴ്സ് ആയി കുച്ചിപ്പുടി അരങ്ങേറ്റം കഴിഞ്ഞിട്ട്? 4 വർഷത്തോടായി അല്ലേ? ഏകദേശം ഒരു 4 years ആയി. ഇതാണ് അഖിലിന്റെ ഒരു കുച്ചിപ്പുടി അരങ്ങേറ്റത്തിന്റെ ഫോട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഡ്രീം ക്യാച്ച് ശ്രീകുട്ടി വാങ്ങിയതാ ഇൻസ്റ്റാഗ്രാം വഴി. ഇവിടെ വിൻഡോ ഉണ്ട് അല്ലേ? അവിടെ വിൻഡോ ഉണ്ട്. നല്ലൊരു വ്യൂ അല്ലേ ബെഡ്റൂമിന് കിട്ടുന്ന ഒരു നല്ല വ്യൂ. ഇതെന്താ വാൾ ശരിക്കും? ഇത് ആക്ച്വലി വാൾ മൗണ്ടഡ് ബെഡാ. പിന്നെ നമ്മൾക്ക് പൊക്കാം. ഓ, എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങള് എന്താ പറയാ, ഡേ ടൈമിൽ മാത്രം പൊക്കി വെക്കും, രാത്രി മാത്രം ഇത് ചെയ്ത് വെക്കും. അപ്പം ബേസിക്കലി ഇപ്പം വർക്ക് ഫ്രം ഹോം ആയ കാരണം നമ്മൾക്ക് വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി വേണ്ട വീട്ടിൽ. അതിനെ തന്നെ ടേബിൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ? യെസ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് സ്ലൈഡിങ് വാർഡ്രോബ്. 2 സൈഡിലും ചെയ്യാല്ലേ? കുറച്ചുകൂടി നമുക്ക് സ്ഥലം കിട്ടും. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. അപ്പം സ്ലൈഡിങ് വാർഡ്രോബ് ചെയ്യാം. ഫുള്ളായിട്ട് തുറക്കും. ഇത് ഫുള്ളായിട്ട് തുറക്കും. ഈ ഒരു സൈഡ്, 2 സൈഡ്.
ഇത് വാഷ്റൂം അറ്റാച്ച്ഡ്. ഇങ്ങനെ ആയതുകൊണ്ട് എന്നാലും നല്ല സ്പേസ് കാണുന്നുണ്ട്. സ്പേസ് ഉണ്ട്.